അപ്പോൾ നിങ്ങൾ ഈ ഗ്രില്ല് നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും റേറ്റ് നോക്കുക. കുഴപ്പമില്ല, അടിപൊളി സാധനമാണ്. നമുക്ക് ഇനി സ്പേസ് ഉണ്ട്, നമുക്ക് നല്ല രീതിയിൽ വെക്കാം. ഹായ് ഫ്രണ്ട്സ്, വീട്ടിലെ അടുക്കള ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഒരു പ്രോഡക്റ്റിൻ്റെ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. അൺബോക്സിങ് മാത്രമല്ല, കുക്കിങ്ങും ഉണ്ട്. അടിപൊളി ഒരു ഗ്രില്ല് നമ്മൾ ഈ പ്രോഡക്റ്റ് വെച്ച് ഉണ്ടാക്കുന്നതായിരിക്കും. ബാർബിക്യൂ ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും ഇല്ലെന്നറിയാമല്ലോ. നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായിട്ട് ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കാണുക. അതുപോലെ തന്നെ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഗ്രില്ല് കാണുക. ഗ്രിൽഡ് ചിക്കൻ, ഫിഷ് എല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഇതിന് നല്ല റേറ്റിംഗ് ഉണ്ട്. 4.5 ആണ് ഇതിൻ്റെ റേറ്റിംഗ്. ഇതിൻ്റെ ക്വാളിറ്റി ഞങ്ങൾ തുറന്ന് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. ഓക്കെ, അടിപൊളി പ്രോഡക്റ്റാണ്, കുഴപ്പമൊന്നുമില്ല. ദിവ്യ ഇത് തുറക്കുന്നുണ്ട്. ഇതാണ് പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റിൽ പല പല പാർട്സായിട്ട് നമുക്ക് ഇത് കൊണ്ടുപോകാം. ഇതിൻ്റെ പേര് BBQ എന്നാണ്. BBQ. അതിൻ്റെ ക്യാപ്ഷൻ എൻജോയ് യുവർ ലൈഫ് ഓൺ ബാർബിക്യൂ. കുഴപ്പമില്ല, നല്ല പ്രോഡക്റ്റാണ്. അതുപോലെ ഇതിൻ്റെ MRP ഒന്ന് നോക്കിക്കേ. MRP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 രൂപയാണ്. പക്ഷേ നമ്മളിത് 1100 രൂപയ്ക്ക് ആമസോണിൽ കിട്ടും. ഫ്ലിപ്കാർട്ടിൽ ഇതിൻ്റെ റേറ്റ് 1300 1400 ആണ്. നിങ്ങളത് ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കുക. വളരെ ലോ കോസ്റ്റ് സാധനമാണ്, പക്ഷേ ക്വാളിറ്റി ഓക്കെയാണ്, നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് ഈ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയിൽ. ഈ പ്രോഡക്റ്റ് നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകാനൊക്കെ വളരെ ഈസിയാണ്. നോക്കി അത് തൂക്കി പിടിക്കാം, അങ്ങനത്തെ ഒരു പ്രോഡക്റ്റാണ്. ഓക്കെ, അതുപോലെ തന്നെ വെയ്റ്റ്ലെസ് ആണ്. അതേ രീതിയിൽ നമുക്കിതിന് സ്റ്റാൻഡുണ്ട്. ആ പ്രോഡക്റ്റിൽ കാണിച്ചിരിക്കുന്നത് കണ്ടോ, ഒരു സ്റ്റാൻഡിൻ്റെ പടം കാണിച്ചിട്ടുണ്ട്. ഈ സ്റ്റാൻഡ് ഇവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ സൈഡിൽ കാണിച്ചിരിക്കുന്നുണ്ട്, ഒരു ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്കത് നീർക്കാവുന്ന സ്റ്റാൻഡാണ്. അപ്പം ഈ സ്റ്റാൻഡ് കണ്ടില്ലേ, ഇത് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. ഇപ്പോൾ അത് നിർത്തി വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഈ വലയിലാണ് നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിലൊരു ട്രേ ഉണ്ട്. അതിനൊപ്പം ഒരു 3 കമ്പിയും കൂടെ ഉണ്ട്. ഈ കമ്പിയിലാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിക്കൻ അങ്ങനെയുള്ള ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുത്തിവെക്കുന്നത്. കൂടത്തിൽ നമുക്കൊരു വലയുണ്ട്. ഈ വല നമ്മൾ ആ താഴെ കാണുന്ന ട്രേയുടെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ, ഈ വലയുടെ മുകളിലാണ് നമ്മൾ ചാർക്കോൾ ഇടുന്നത്. നമ്മൾ ഈ വല എങ്ങനെ ക്ലിപ്പ് ചെയ്യുന്നതെന്ന് നോക്കി. ഇവിടെ ആ വലയ്ക്ക് തൊട്ട് താഴെ നമ്മളൊരു ക്ലിപ്പ് പോലെ ഒരു പാർട്ടുണ്ട്. ആ പാർട്ടിനകത്തോട്ട് നമ്മളിത് കയറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. താഴെ ചാർക്കോൾ ഇടാനുള്ള ഇതുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ പ്രോഡക്റ്റ് നമ്മുടെ ഈ ഗ്രില്ല് വെച്ചിട്ട് നമ്മളൊരു അടിപൊളി ബാർബിക്യൂ ഉണ്ടാക്കാൻ പോവുകയാണ്. എല്ലാം റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം അടിപൊളി മസാല നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളിയാണോ എന്നുള്ളത് നമ്മൾ കഴിച്ച് നോക്കിയിട്ട് പറയാം. 2 മീനുണ്ട്, അതുപോലെ തന്നെ 1.5 കിലോ ചിക്കനുണ്ട്. ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ ബാർബിക്യൂ ആണ്. ആദ്യത്തെ മസാല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, അത് പറഞ്ഞു കഴിക്കാൻ പറ്റത്തില്ല, കാരണം അതുപോലെ ടേസ്റ്റ് ആയിരുന്നു. അതാണോ ഈ മസാലയാണോ നല്ലതെന്നുള്ളത് കഴിച്ച് നോക്കിയിട്ട് പറയാം. അതുപോലെ തന്നെ ഞാനിവിടെ കമ്പി യൂസ് ചെയ്തിരിക്കുന്ന എൻ്റെ കയ്യിൽ മറ്റൊരു കമ്പി ഉണ്ടായിരുന്നുണ്ട്. ഈ നമ്മുടെ ബാർബിക്യൂ പ്രോഡക്റ്റിൻ്റെ കൂടെ കിട്ടിയ കമ്പി നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഈ ഇരിക്കുന്ന മഹാനെ കണ്ടില്ലേ, ഈ മഹാനെ വെച്ചിട്ടാണ് ഞങ്ങളുടെ ആദ്യത്തെ ബാർബിക്യൂ ഉണ്ടാക്കിയത്. അതെങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ അതിശയപ്പെടേണ്ട, ഈ വളരെ ഈസിയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലേറ്റ് വെക്കുന്ന ഭാഗമുണ്ടല്ലോ, അതിൻ്റെ കമ്പികളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ആ കമ്പികളൊക്കെ എടുത്തിട്ട് അത് നിലത്ത് വെച്ചിട്ട് കമ്പികളൊക്കെ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ അടിയിൽ ചട്ടി വെച്ചിട്ട് പഴയ പോലെ കമ്പികൾ വെച്ചു. അപ്പം ചട്ടിക്കകത്ത് കത്തിയ ചാർക്കോൾ ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ മുകളിൽ ഈ കാണുന്ന കമ്പികളുടെ മുകളിലാണ് ഞങ്ങൾ ചിക്കൻ വെച്ച് ബാർബിക്യൂ ഉണ്ടാക്കിയത്. അതൊരു മറ്റൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അന്ന് തോന്നിയതാണ് നല്ലൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് ഇനി അതിൽ ബാർബിക്യൂ ഉണ്ടാക്കണം. എപ്പോഴും നമുക്ക് പ്ലേറ്റൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ കാരണം. അങ്ങനെ നമ്മുടെ ഗ്രില്ല് ചെയ്യുന്ന ഇതിനകത്ത് നമ്മൾ കനലൊക്കെ റെഡിയാക്കി. നമ്മൾ ഇപ്പം ഈ പറഞ്ഞ ആദ്യമത്തെ ചിക്കനൊന്നും വെച്ചില്ല, പകരം നമ്മൾ ഇതാണ് വെച്ചിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ്, മീൻ, മത്തി 5-6 എണ്ണം, പിന്നെ ഒരു മീന് ഒരു പരീക്ഷണമാണ്. നമുക്കിതിനെ പറ്റി അറിയത്തില്ല. ഒന്ന് നമ്മൾ ഇതിൽ അലൂമിനിയം ഫോൾഡ് ഇല്ലാതെ ഒരെണ്ണം അലൂമിനിയം പൊതിഞ്ഞുമാണ് വെച്ചിരിക്കുന്നത്.
കാരണം എങ്ങനെ വരുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്താണ്. മത്തി നമുക്ക് കുറച്ച് ഇതായിപ്പോയി, പക്ഷേ ഫിഷ് നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട്, അടിപൊളിയാണ്. അച്ഛൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണിച്ചപ്പം അതൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല ഇതായി ഉണ്ടോ. ഗ്രില്ലൊക്കെ അടിപൊളിയാണ്, ഒരു കുഴപ്പമില്ല, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ അലൂമിനിയം പേപ്പറിൽ വെച്ചായിരുന്നു, അത് വെന്തതെന്നല്ലാതെ നമുക്ക് വേറെ ഇതായിട്ടൊന്നും വന്നില്ല. അതുകൊണ്ട് ഗ്രില്ലിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങളത് അലൂമിനിയം പേപ്പറിൽ നിന്ന് എടുത്തിട്ട് ഞങ്ങളത് വെളി വെച്ചിരിക്കുകയാണ്. മത്തിയും മറ്റേ മീനും എല്ലാം ഫ്രൈ ആയി. ഇപ്പം അലൂമിനിയത്തിൽ വെച്ചിരുന്ന് മാത്രം നമ്മൾ എടുത്ത് വെളിയിലോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മളെ ദിവ്യ ഓരോരോ പീസ് എടുത്തിട്ട് വായി വെച്ചിരുന്നുണ്ട്. കൊള്ളാം, അടിപൊളി. മത്തിയാണ് തന്നെ. മറ്റേ മീന് അച്ഛന് കൊടുത്തു, അച്ഛൻ ചിക്കൻ കഴിക്കത്തില്ല, അതുകൊണ്ട് കൊള്ളാം കേട്ടോ. പക്ഷെ നമ്മൾ മീൻ വെക്കുമ്പോഴത്തേക്ക് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഗ്രില്ലില് മീനിന്റെ ദശ ഒട്ടിപ്പിടിക്കും. ആ ഒരു പ്രശ്നമുണ്ട്. അത് വെച്ച് നോക്കിയാൽ ഈ മത്തി വെച്ചപ്പോഴത്തേക്കുള്ള പ്രോബ്ലം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, മത്തി നമ്മൾ വരഞ്ഞിട്ടൊക്കെയല്ലോ വെച്ചേ, അപ്പം അത് ഗ്രില്ലിൽ കുറെ ഭാഗത്തൊക്കെ ഒട്ടിപ്പിടിച്ചു. നിങ്ങൾക്ക് കാണാം, അവിടെ ഇവിടെ ഒട്ടിപ്പിടിച്ചു, കുറച്ച് പൊടിഞ്ഞു പോയി. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ മത്തി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, അടിപൊളി സാധനമാണ്. നമ്മൾ അലൂമിനിയം പേപ്പർ വെച്ചിരുന്ന മീനില്ലേ, അത് ഏകദേശം നല്ല ഇതാണ് പാംലെറ്റ് കേട്ടോ, സോറി. ഈ മീന് അടിപൊളിയായിട്ട് ഗ്രില്ലായിട്ടുണ്ട്. ഇവിടെ മത്തി ഉണ്ടായിരുന്നു, നമ്മളെ ഗ്രില്ല് ചെയ്ത സാധനമില്ല, ഇവിടെ ഒന്നും ഇല്ല, എല്ലാം പോയി തീർന്നു. ഇവിടെ ദിവ്യ, ഗോപിക ചേച്ചി, അമ്മ, അച്ഛനും മറ്റേ പാംലെറ്റ് കഴിക്കുന്നത്. അച്ഛനും കഴിക്കില്ല. ഏതല്ലേ തീർന്നു, അത്രയ്ക്കും ടേസ്റ്റാണ് സാധനത്തിന്. നമ്മുടെ ഉരുളക്കിഴങ്ങും ഇതൊക്കെ വെച്ചില്ലേ, അതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇത്ര സക്സസ് ആവുന്നത്. രണ്ടെണ്ണത്ത് ഉള്ളതിൽ ഇനി ഇത്രയും കൂടെ ഉള്ളു, മിച്ചമുള്ളൂ, ബാക്കിയെല്ലാം തീർന്നു. ഇപ്പം ഈ മീനെടുത്ത് മാറ്റുകയാണ്. ഗ്രില്ലില്ലേ, നമ്മുടെ ഗ്രില്ലിന്റെ വലിപ്പം ഒന്ന് നിങ്ങൾ നോക്കി. അതായത് 4 കാല്, അതുപോലെ 5 വലിയ പീസ്, ഇതെല്ലാം നല്ല വലിയ പീസുകളാണ്. ഓക്കെ, ഈ പീസ് കൊണ്ട് പിന്നെയും കുറച്ച് സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ വേണമെങ്കിൽ നമുക്ക് വെക്കാം. കാരണം നമുക്ക് 2 ട്രിപ്പിനുള്ള സാധനമുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ ട്രിപ്പിൽ ഇത്ര വെച്ച്, അടുത്ത ട്രിപ്പിൽ ഒന്നുകൂടെ വെക്കാനുള്ളത് കൊണ്ട് ഇത്ര വെച്ചിട്ടുള്ളൂ. പക്ഷേ സ്പേസ് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. നിങ്ങൾ ഈ വാങ്ങിക്കുമ്പോഴത്തേക്ക് വലിപ്പത്തെക്കുറിച്ച് ഓർത്ത് പേടിക്കണ്ട. നമ്മൾ ഈ 1100 രൂപയ്ക്ക് വാങ്ങിച്ച ഈ സാധനം നമുക്ക് നല്ലൊരു ലാഭമാണ്. കാരണം 2000 രൂപയുടെ സാധനമാണ്. നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചപ്പം 1100, ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ 1300 ഇതിൻ്റെ ഇത്. അപ്പോൾ നിങ്ങൾ ഈ ഗ്രില്ല് നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും റേറ്റ് നോക്കുക. കുഴപ്പമില്ല, അടിപൊളി സാധനമാണ്. നമുക്ക് ഇനി സ്പേസ് ഉണ്ട്, നമുക്ക് നല്ല രീതിയിൽ വെക്കാം. ഓക്കെ, അപ്പം നമ്മുടെ പുതിയ ഗ്രില്ലറിൽ നമ്മൾ ഗ്രില്ല് റെഡിയാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, അടിപൊളിയായിട്ട് ഇത്രയും പീസുണ്ട്. ഇനി ഉണ്ടായിരുന്നു, അതെവിടെ ഇരുന്ന് നോക്കിയത് എല്ലാവരും ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. കണ്ടോ, ഇവിടെ എല്ലാവരും ഉണ്ട്. ഞങ്ങളിങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടാക്കുക, കഴിക്കുക. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഈ ഗ്രില്ല് ഇഷ്ടപ്പെടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാത്രത്തിൽ നോക്കിയത് ഈ മീൻ എന്ന് പറയുന്നില്ല, ഉണ്ടാക്കിയ മീൻ അത്രയും തീർന്നു. ഓക്കെ, ഗ്രില്ല് ഇതേ അവസ്ഥയാണ് ഇവിടെ. ഇനി ഈ ചിക്കൻ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം തീർന്നു. അപ്പം നിങ്ങൾക്ക് ഈ ചെറിയ ഗ്രില്ലിൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.